കേരളത്തിന് 3 കേന്ദ്രമന്ത്രിമാർ, 2 പേർ BJP, ഒരാൾ കോൺഗ്രസ് നേതാവ്. എല്ലാ എക്സിറ്റ് പോൾ ചാനലുകളും ഒന്നാകെ NDAക്കുള്ള വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. 386-നും 406-നും ഇടയിൽ സീറ്റ് കിട്ടുമെന്നും ഞങ്ങളും പറയുന്നു. ചുരുക്കത്തിൽ BJP വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇന്ത്യ ഭരിക്കും. പുതിയ മന്ത്രിസഭയിലേക്ക് കേരളത്തിൽ നിന്നും 3 മന്ത്രിമാർ എന്ന മഹാസംഭവം നടന്നാൽ അതിൽ അതിശയപ്പെടാനൊന്നുമില്ല. കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ പുതിയ മന്ത്രിസഭയിൽ ഉണ്ടായേക്കും. എന്നാൽ വി മുരളീധരൻ ഗവർണറായി പോകാനാണ് സാധ്യത കാണുന്നത്. കുറച്ചു മാസങ്ങളിലേക്കെങ്കിലും സുരേഷ് ഗോപിയും പുതിയ മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കാൻ സാധ്യത ഉണ്ട്. എന്നാൽ കോൺഗ്രസ് പാളയത്തെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് ഈ ഇലക്ഷനിൽ തോൽക്കുകയും അങ്ങനെ വന്നാൽ BJPയിൽ ചേരുമെന്നും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും കേൾക്കുന്നു. സ്ഥാനത്തിനും പദവിക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് ആ പാർട്ടിയുടെ ഘാതകർ. BJP ജയിക്കും, മോദിജി പോകും, യുവാവ് രാജാവായി വരും. ആരും പറയാത്ത ആ ഞെട്ടിപ്പിക്കുന്ന എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുമായി അലർട്ട് ഐസ് നാളെ രാത്രി 7 മണിക്ക് വീണ്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.